മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് പടയപ്പ ഇറങ്ങിയത്. മേഖലയിലെ കൃഷിയിടങ്ങളിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ഉണ്ട്. ആൽവിൻ, പടയപ്പ അവിടെ തന്നെ തുടരുകയാണോ? അതിര പടയപ്പ ഈ മൂന്നാറിൻ്റെ ജനവാസ മേഖലകളിൽ സ്ഥിരമായി സ്തംഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ദിവസങ്ങളിലൊക്കെ കാണുന്നത്. ഇപ്പോൾ കന്നിമല ടോപ്പ് ഡിവിഷനിലാണ് ഇപ്പോൾ പടയപ്പ ഉള്ളത്. അതിന് തൊട്ട് ചേർന്ന വനത്തിലേക്ക് ഇന്ന് രാവിലെ പടയപ്പ പോയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് പകൽ സമയം വൈകുന്നേര സമയം ആകുമ്പോഴേക്കും പടയപ്പ വീണ്ടും ഈ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇന്നലെ ഇറങ്ങിയ കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഇറങ്ങിയ പടയപ്പ അവിടെ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളിലൊക്കെ നാശം വിതച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നാശമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ്. അവിടെ അവരുടെ ലയങ്ങളൊക്കെയുമുണ്ട്. ഈ പ്രദേശത്ത് സ്ഥിരമായി പടയപ്പ തമ്പടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേമക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പടയപ്പ ഇറങ്ങി ഭീതി സൃഷ്ടിച്ചിരുന്നു. മുൻകാലങ്ങളിൽ ശാന്തനായിരുന്ന പടയപ്പ ഇപ്പോൾ പലയിടങ്ങളിലും ഇറങ്ങി ഭീതി സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ആളുകൾ, അവിടെയുള്ള തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഭയപ്പാടിലാണ് ഉള്ളത്. RRT സംഘം, ഫോറസ്റ്റിൻ്റെ RRT സംഘം സ്ഥിരമായി പടയപ്പനെ നിരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും RRT സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് പുറത്തേക്ക് പടയപ്പ പോകുന്നു എന്നുള്ളതാണ് RRT സംഘവും പറയുന്നത്. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പടയപ്പ മറ്റൊരു മേഖലയിലായിരുന്നു, നേമക്കാട് അടക്കമുള്ള മേഖലയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നിമിഷ നേരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് തന്നെ പടയപ്പ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് മറ്റ് മൂന്നാറിൻ്റെ ജനവാസ മേഖലകളിലേക്ക് പോകുന്നു. ഇത് വലിയ തരത്തിൽ RRT സംഘത്തെയും കുഴയ്ക്കുകയാണ്. ഇത് ആനയെ പലപ്പോഴും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂന്നാറിൻ്റെ വിവിധയിടങ്ങളിൽ പടയപ്പ തമ്പടിക്കുകയാണ്. ഇതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. കാര്യം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ ലയങ്ങളുടെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ പടയപ്പ പലപ്പോഴും ഈ ലയങ്ങളുടെ പരിസരങ്ങളിലേക്ക് വരുന്നത്. ഏതാണ്ട് വൈകുന്നേരം 5 മണി സമയമായാൽ മിക്കവാറും ഇത് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അതിന് സ്ഥിരമായി ഈ പടയപ്പയെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് തോട്ടം തൊഴിലാളികളുടെ ആവശ്യം. അതിന് എത്രയും വേഗം വനംവകുപ്പ് നടപടി ഉണ്ടാക്കണം എന്നുള്ളതും അവർ ആവശ്യപ്പെടുന്നു. എന്തായാലും ജനവാസ മേഖലയിൽ വീണ്ടും ഭീതിയാവുകയാണ് പടയപ്പ. ഇന്നലെയും കൃഷിയിടങ്ങളിൽ ഇറങ്ങി വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആൽവിൻ തോമസ്.